ഒരു ജോലിക്കാരനായി ദുബായിലെത്തി 4 വർഷങ്ങൾക്കുള്ളിൽ സ്വന്തമായി ഒരു സ്ഥാപനം ആരംഭിക്കുക. ആത്മവിശ്വാസവും സമർപ്പണവും ആത്മാർത്ഥതയും മാത്രം കൈമുതലാക്കി 15 വർഷങ്ങൾക്കുള്ളിൽ 5 സ്ഥാപനങ്ങളുടെ ഉടമയായി മാറുക. അഭിമാനകരമായ ഈ നേട്ടം കൈവരിച്ചത് ഒരു പ്രവാസി മലയാളിയാണ്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അവസരങ്ങൾ സംഭവിക്കുകയല്ല, മറിച്ച് അവ നിങ്ങൾ സൃഷ്ടിക്കേണ്ടതാണ്. ലോകപ്രശസ്തമായ ഈ വാചകം എഴുതി വച്ചിരിക്കുന്നതിൻ്റെ മുന്നിലിരുന്നാണ് പാലക്കാട് സ്വദേശി വിനോദ് നമ്പ്യാർ ഒരു പ്രവാസി സംരംഭകൻ എന്ന നിലയിലുള്ള വിജയങ്ങൾ കയ്യെത്തിപ്പിടിച്ചത്. ബിസിനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന തളർച്ചകളും തിരിച്ചടികളും മറികടന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് അനായാസം കയറിച്ചെല്ലാൻ വിനോദിനെ സഹായിക്കുന്നത് അവസരങ്ങൾക്കായി കാത്തിരിക്കാതെ അവ സൃഷ്ടിച്ചെടുക്കുന്നതിലുള്ള മികവാണെന്ന് അദ്ദേഹത്തോട് ഒരല്പനേരം സംസാരിച്ചിരുന്നാൽ മനസ്സിലാകും. 2003 വിനോദ് നമ്പ്യാർ ദുബായിലെത്തുന്നത്. ലോകോത്തര സ്ഥാപനമായ അൽ ഫുതൈമിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. 4 വർഷങ്ങൾക്കുള്ളിൽ UAE ഒരു പ്രവാസി ബിസിനസ്സുകാരൻ എന്ന ലേബലിലേക്ക് വിനോദ് ചുവടുമാറി. 2003 ഇവിടെ എത്തിയത് ആദ്യമായിട്ട്. അപ്പോൾ വിസിറ്റിലാണ് വന്നത്. നാട്ടിൽ തന്നെ BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് എഞ്ചിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ പ്ലാസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അപ്പോൾ അവിടുന്ന് പിന്നെ വിസിറ്റിലാണ് ഇവിടെ എത്തിയത്. 2003 വന്നു. പിന്നെ അൽഫത്തയും കാരലോൻ്റെ ഡിവിഷനായിട്ട് അൽഫത്തയും ബോഡിക്കോട്ടിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനെല്ലാം പറ്റിയത് എന്താ വെച്ചാൽ അവിടെ ഇത്ര വലിയ കമ്പനി ആയതുകൊണ്ട് ഒരുപാട് ഏരിയ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ ശരി, ടെസ്റ്റിംഗ് ഫീൽഡിലാണെങ്കിൽ ശരി, ഒരുപാട് ഏരിയ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്. അവിടെയാണ് ആദ്യം ലൈസൻസ് എടുത്ത് ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ എല്ലാവരും UAE മൊത്തം കറങ്ങാനും എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി അൽഫത്തയും തന്നെയാണ് തന്നത്. ഒരു ജോലിക്കാരനായി ഗൾഫിലെത്തി 4 വർഷങ്ങൾക്കുള്ളിൽ സ്വന്തമായി സംരംഭം തുടങ്ങുക എന്നത് അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ആ അവസരം നേരത്തെ പറഞ്ഞതുപോലെ വിനോദ് സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 5 സ്ഥാപനങ്ങളുടെ അമരക്കാരനാണ് വിനോദ് നമ്പ്യാർ. വിൻട്രോൺ ജനറൽ ട്രേഡിംഗ്, വിയന്ന എഞ്ചിനീയറിംഗ് ആൻഡ് സ്റ്റീൽ, വിൻട്രോൺ ടെക്നിക്കൽ സർവീസസ്, ലിനു ടെക് കോൺട്രാക്ടിംഗ്, വീനസ് ഓട്ടോ മെയിൻ്റനൻസ് എന്നിങ്ങനെ ഷാർജയിലും ദുബായിലുമായി പ്രവർത്തിക്കുന്ന 5 സ്ഥാപനങ്ങൾ. വിൻട്രോൺ തുടങ്ങിയ ഈ അൽഫത്തൈമിൻ്റെ ഷോറൂമുകൾക്ക് അവർക്ക് വേണ്ട ഇൻറ്റീരിയർ വർക്ക്സൊക്കെ കുറേ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് ഉണ്ട്. രണ്ടാമത് വിയന്ന എഞ്ചിനീയറിംഗ് തുടങ്ങിയത്. അപ്പോൾ അതായത് ഓട്ടോകെയറിൽ വേണ്ടിയിട്ട്, ഓട്ടോമോട്ടീവ് സെക്ടറിൽ വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള EM ട്രോളി, അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പെയിൻറ്റിങ് എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിയന്ന എഞ്ചിനീയറിംഗ് തുടങ്ങി. അവർ സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇൻറ്റീരിയർ വർക്ക് ഷോറൂമിന് അവർക്ക് MEP വർക്ക്സും അവരുടെ ലൈറ്റിങ്ങും, മാൾ ലൈറ്റിംഗ്, വെയർഹൗസ് ലൈറ്റിംഗ്, അതിനും ഒരു റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലിനു ടെക്നിക്കൽ കോൺട്രാക്ടിംഗ് തുടങ്ങിയത്. അതൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തതാണ്. അപ്പോൾ ലിനുവിൻ്റെ ബ്രാഞ്ചായിട്ട് ഞാൻ വിൻട്രോൺ ടെക്നിക്കൽ സർവീസസ് ദുബായിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 2021 നമ്മുടെ വെഹിക്കിൾസിന് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ് വീനസ് ഓട്ടോ മെയിൻ്റെനൻസ് പറഞ്ഞൊരു കമ്പനി തുടങ്ങിയത്. മുന്നിൽ വന്ന ചെറിയ സാധ്യതകളെ പോലും പുതിയ സംരംഭങ്ങൾ തന്നെ തുടങ്ങാനുള്ള അവസരങ്ങളാക്കി മാറ്റുകയായിരുന്നു ഇദ്ദേഹം. ഓട്ടോമൊബൈൽ, ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ ഉൽപ്പന്നങ്ങളും മെഷീനറികളും നിർമ്മിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നുമുണ്ട്. കോൺക്രീറ്റ് ടെസ്റ്റിംഗ് ബ്ലോക്സ് ഉണ്ടാവും. അതിൽ എത്ര വാട്ടർ, എത്ര ഫൈബർ പ്രഷറിൽ വാട്ടർ പെനിട്രേറ്റ് ചെയ്തിട്ട് എത്രത്തോളം വാട്ടർ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറി ആ കോൺക്രീറ്റ് ബ്ലോക്ക് എത്ര മോസ്റ്റ് ഒബ്സർവ് ചെയ്തു. അങ്ങനെ വാട്ടർ പെർമിബിലിറ്റി ടെസ്റ്റിംഗ് അപ്പാരറ്റസ് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള മോൾഡുകളും അതിനുള്ള സെല്ലെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ RCPT, റാപ്പിഡ് ക്ലോറൈഡ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്, അതായത് ക്ലോറൈഡ് അയോണും എത്രത്തോളം ആ ബ്ലോക്കിൽ, കോൺക്രീറ്റ് ബ്ലോക്കിൽ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൻ്റെ ശക്തമായ പിന്തുണയും വിനോദിനൊപ്പമുണ്ട്. വിവാഹശേഷം വിനോദിനൊപ്പം ദുബായിലെത്തിയ സ്മിതയും അൽഫുതൈമിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് എന്ന സമാനത കൂടിയുണ്ട്. അൽഫുതൈമിൻ്റെ HR വിഭാഗത്തിൽ ഉദ്യോഗസ്ഥയായിരുന്നു സ്മിത വിനോദ്. സ്വന്തം സ്ഥാപനങ്ങൾ വളർന്നപ്പോൾ വിനോദിനൊപ്പം സ്മിതയും ചേർന്നു. ഇപ്പോൾ വിൻസ്റ്റാർ എന്ന പേരിൽ സ്വന്തം ബ്രാൻഡിൽ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ E-commerce വിഭാഗത്തിൻ്റെയും സ്ഥാപനങ്ങളുടെ HR വിഭാഗത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നത് സ്മിതയാണ്. മെഡിക്കൽ വിദ്യാർത്ഥിനിയായ വർഷയും 8ാം ക്ലാസ് വിദ്യാർത്ഥിനി വാണിയുമാണ് മക്കൾ. സയൻസ് ഇന്ത്യ ഫോറം എന്ന വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയാണ് സ്മിത. മെയിനായിട്ട് ഞാൻ HR സൈഡ് നോക്കും. പിന്നെ അതല്ലാണ്ട് റിസീവബിൾസ്, ഈ അക്കൗണ്ട്സ് റിസീവബിൾസ് ഒക്കെ
ഞാൻ നോക്കും. ഇവിടെ UAE ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡെവലപ്മെൻറ്റ് നമ്മളിവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കിട്ടിയത്. തിരക്കേറിയ ബിസിനസ് ഉത്തരവാദിത്തങ്ങൾക്കിടയിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് വിനോദും ഭാര്യ സ്മിതയും. UAEയിലെ സംരംഭകരുടെയും പ്രൊഫഷണലുകളുടെയും കൂട്ടായ്മയായ സദുദ്യമ, ഷാർജ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകത, ലയൺസ് ക്ലബ് എന്നിങ്ങനെ വിവിധ സംഘടനകളിൽ ചുമതലകൾ വഹിക്കുന്നുണ്ട് വിനോദ് നമ്പ്യാർ. ബിസിനസ് മാത്രമല്ല, സൈഡായിട്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴേ അവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല ഇൻഡയറക്റ്റ് ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാം, കമ്മ്യൂണിറ്റി നമുക്ക് സർവീസ് ചെയ്യാം. അജ്മാനിലെ വിസ്മിതം എന്ന വില്ലയാണ് വിനോദിൻ്റെയും കുടുംബത്തിൻ്റെയും പുതിയ സന്തോഷം. തങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ UAEയുടെ മണ്ണിൽ സ്വന്തമായി വീട് എന്ന ആഗ്രഹം സഫലമാക്കിയതിൻ്റെ സന്തോഷം. റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ കൂടുതൽ മേഖലകളിലേക്ക് സാന്നിധ്യമുറപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിനോദ് നമ്പ്യാർ. സ്നേഹത്തോടെ ആശംസകൾ.